എത്ര ശ്രമിച്ചിട്ടും ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു ശീലമാണ് ചായ കുടിക്കുന്ന ശീലം. നിങ്ങളാരെങ്കിലും എന്നെ പോലെയാണോ? തലേ ദിവസത്തെ സാമ്പാർ ബാക്കിയുണ്ടെങ്കിൽ പിറ്റേ ദിവസം മസ്റ്റായിട്ട് ദോശയായിരിക്കും. ഇന്നിപ്പോൾ ചെറുപയർ ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മക്കൾക്ക് സ്കൂളിലേക്കും കൂടി കൊടുത്തു വിടാമെന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ചിക്കനൊക്കെ ഞാൻ തലേ ദിവസം തന്നെ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതുപോലെ ഫ്രൈഡ് റൈസിനുള്ള റൈസ് തലേ ദിവസം തന്നെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഒക്കെ റെഡിയായി. മക്കളുടെ ലഞ്ച് ബോക്സിലൊക്കെ റൈസൊക്കെ സെറ്റാക്കി. മക്കൾ പോയതിന് ശേഷം ഞാൻ ഫുഡ് കഴിച്ച് അതിനുശേഷം വീട് മൊത്തത്തിലൊന്ന് അടിച്ചു വാരി തുടച്ചിട്ടു. ക്ലീനിങ്ങിന് ശേഷം ഒന്നുകിൽ ഊത് പുകയ്ക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ എയർ ഫ്രഷ്നർ യൂസ് ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് മൊത്തത്തിൽ ഒരു പോസിറ്റീവ് ഫീലാണ്. ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി കൂടി നമുക്ക് നോക്കാം. 2 മുട്ടയും കുറച്ച് ചില്ലി ഫ്ലേക്സും ഉപ്പും കുറച്ച് പാലും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. പാൻ ചൂടായി വരുന്ന സമയം ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുത്ത് നമ്മുടെ ബ്രെഡിൻ്റെ സ്ലൈസ് 2 വശവും മുട്ടയുടെ മിക്സിൽ മുക്കി ഇതുപോലെ വെച്ച് കൊടുക്കുക. ശേഷം അതിൻ്റെ മുകളിൽ ഫില്ലിങ്ങിനായിട്ട് ഒരു പീസ് ക്യാരറ്റ്, ചെറിയൊരു പീസ് സവാള, ചെറിയൊരു പീസ് ഇഞ്ചി, കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി വെച്ച് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ചീസിൻ്റെ സ്ലൈസും വെച്ച് കൊടുത്ത് ശേഷം കുറച്ച് ഒറിഗാനോയും അതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി മുകൾ ഭാഗത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ചീസി ബ്രെഡ് സ്ലൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.